ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അർച്ചന ക്ഷേത്രത്തിൽ വെച്ച് ഒരു സ്വാമിയെ കാണുകയാണ്. അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചന. സത്യം, അത് ചിലപ്പോൾ കള്ളൻ്റെ നാവിലും വരും. സ്വന്തം കുഞ്ഞിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊരു പ്രവചനം സംഭവിച്ചിട്ടുണ്ട് അല്ലേ? നേരത്തെ അർച്ചന ഗർഭിണിയായിരുന്ന സമയത്ത് നെല്ലിശ്ശേരി വീട്ടിലേക്ക് അവന്തിക ഒരു ജോത്സ്യനെ കൊണ്ടുവന്നിരുന്നു. അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർക്കുകയാണ് അർച്ചന. വന്നയാൾ കള്ളനായിരുന്നെങ്കിലും അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സത്യമായിരുന്നു. ഉടനെ അർച്ചന പറയുന്നുണ്ട്, അന്ന് മലമുകളിൽ വെച്ച് കണ്ട സ്വാമിയും പറഞ്ഞത് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയ കുഞ്ഞാണിതെന്നാണല്ലോ. അപ്പോൾ സ്വാമി പറയുന്നുണ്ട്, അത് ശരിയാണ്, ഭാഗ്യമില്ല എന്ന് പറയുന്നില്ല. അത് ആ കുഞ്ഞിൻ്റെ 9 വയസ്സിന് ശേഷം മാത്രമാണ്. 9 വയസ്സുവരെ പിതാവിൽ നിന്നും അകന്നു കഴിയാനുള്ള യോഗമാണ് ആ കുഞ്ഞിനുള്ളത്. ആ കുഞ്ഞിൻ്റെ ജനന സമയത്തിന് ഒരു കുഴപ്പമുണ്ട്. ദുരന്തങ്ങൾ ഇനിയും പെരുമഴ പോലെ വന്നു കയറുമല്ലോ കുട്ടി. ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട്, ഞാൻ ഇടയ്ക്കിടെ അങ്ങനെയുള്ള ദുസ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട് സ്വാമി. സ്വപ്നങ്ങൾ ഒരു സൂചനയാണ്. ഈ കുട്ടിയുടെ ജനനം കൊണ്ട് ഇനിയുള്ളതെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ബന്ധങ്ങളെല്ലാം കൈവിട്ടു പോകും. ഭർത്താവിനെയും കുടുംബത്തിനെയും ഉപേക്ഷിച്ച് ഓർമ്മകളില്ലാത്ത കാലത്തിൽ ജീവിക്കേണ്ടി വരും. അതുമാത്രവുമല്ല, 9 വയസ്സ് വരെ ഈ കുഞ്ഞ് അച്ഛനോടൊപ്പം ജീവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ജന്മം കൊടുത്ത പിതാവിന് മരണം ഉറപ്പാണ്. ഇതൊക്കെ കേട്ട് അർച്ചന കരഞ്ഞുകൊണ്ട് സ്വാമിയോട് ചോദിക്കുന്നുണ്ട്, ഇതിനെന്താ സ്വാമി ഒരു പ്രതിവിധി? എൻ്റെ സച്ചിയേട്ടൻ, ആ കുടുംബത്തിന് ഒരു ദോഷവും വരാൻ പാടില്ല. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ എനിക്ക് ജീവനോടെ വേണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാനും ഒരുക്കമാണ്. ഇത് കേട്ട് സ്വാമി പറയുന്നുണ്ട്, ഇതിന് പരിഹാരം ഒന്നേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ എനിക്ക് ജീവനോടെ വേണം. ഇത് കേട്ട് സ്വാമി പറയുന്നുണ്ട്, ഇതിന് പരിഹാരം ഒന്നേ ഉള്ളൂ. ആ കുഞ്ഞ് 9 വർഷം ആ വീട്ടിലുണ്ടാകാൻ പാടില്ല. സ്വന്തം പിതാവിൻ്റെ കൺവട്ടത്ത് പോലും ആ കുഞ്ഞുണ്ടാകാൻ പാടില്ല. ആ കുഞ്ഞുമായി വീട് വിട്ടു പോകാനാണ് നിങ്ങളുടെ യോഗം. അത് സംഭവിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ കുടുംബം നശിച്ച് ഇല്ലാതാകും. നിങ്ങളുടെ ബിസിനസ്സും സമ്പത്തും എല്ലാം നശിച്ച് നിങ്ങൾ തെരുവിൽ അലയേണ്ടി വരും. ഇത് കേട്ട് അർച്ചന ചോദിക്കുന്നു, ഇതിൽ നിന്നും അവരെ രക്ഷിക്കാൻ ഞാൻ എന്താണ് സ്വാമി ചെയ്യേണ്ടതെന്ന്? നിയോഗം അനുസരിക്കണം. നിങ്ങൾ ആ കുഞ്ഞുമായി വീട്ടിൽ നിന്നും പോകണം. ഉടൻ തന്നെ ഒരു താലികെട്ട് നടക്കാൻ പോവുകയാണ് അല്ലേ? അതാണ് നിങ്ങൾക്ക് ആ കുഞ്ഞുമായി അവിടെ നിന്നും പോകാനുള്ള സമയം. അതിനുള്ള കാരണം സ്വയം ഉണ്ടാകും എന്ന് സ്വാമി പറയുന്നു. അപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, ഇതല്ലാതെ മറ്റൊരു പോംവഴി ഇല്ലേ എന്ന്? ഇല്ല എന്ന് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്. ഇനി എനിക്കൊന്നും പറയാനില്ല, പൊയ്ക്കോളൂ എന്ന് സ്വാമി പറയുന്നു. ഇത് കേട്ട് വളരെ വിഷമത്തോടെ നടക്കുകയാണ് അർച്ചന. അർച്ചന ഇപ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ വന്ന് സങ്കടങ്ങൾ പറയുകയാണ്. ദേവി, ഇത്രയ്ക്കും ശാപം പിടിച്ച ഒരു ജന്മമായിരുന്നു എൻ്റേത്. എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നത്? എന്തിനാ ഇങ്ങനെ ഒരു കുടുംബവും ഒരു കുഞ്ഞിനെയും തന്നത്? സ്വാമി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് സച്ചിയേട്ടനോട് പറയുന്നത്? സച്ചിയേട്ടനില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഒരു കുഞ്ഞിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു, കഷ്ടപ്പെട്ടു. ഒടുവിൽ മോളെ കിട്ടിയപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ ആ ഒരു ജന്മം എൻ്റെ സച്ചിയേട്ടന് ആപത്താവുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് അർച്ചന. സച്ചിയേട്ടൻ്റെ ദേഹത്ത് ഒരു പോറൽ പോലും സംഭവിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. എൻ്റെ സച്ചിയേട്ടനും ആ കുടുംബത്തിനും വേണ്ടി എൻ്റെ പ്രാണൻ ത്യജിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അർച്ചന പെട്ടെന്ന് തന്നെ അവിടെ ബോധം കെട്ട് വീഴുന്നു. ഈ സമയം അവിടുത്തെ ക്ഷേത്രത്തിലെ പൂജാരി വരികയും എന്തു പറ്റി എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവിടെയുള്ളവരോട് പറയുന്നുണ്ട്, ദേ ആ കുട്ടി തലകറങ്ങി വരുന്നു, ആരെങ്കിലും ഒന്ന് പിടിക്കൂ എന്ന്. അങ്ങനെ 2-3 സ്ത്രീകൾ വന്ന് അർച്ചനയെ പിടിച്ചുകൊണ്ട് പോകുന്നു. അർച്ചനയെ ഇപ്പോൾ കുറച്ചങ്ങോട്ട് മാറ്റി ഒരു കല്ലിൽ കിടത്തിയിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ തിരുമേനി വന്ന് അർച്ചനയുടെ മുഖത്ത് കുറച്ച് തീർത്ഥം തളിക്കുന്നുണ്ട്. മോളെ അർച്ചനെ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ വിളിക്കുന്നുണ്ട്. എന്തു പറ്റി എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഒന്നുമില്ല, തല ചുറ്റുന്നത് പോലെ തോന്നി എന്ന് അർച്ചന പറയുമ്പോൾ മറ്റൊരു സ്ത്രീ പറയുന്നുണ്ട്, ഞാൻ വീട്ടിലേക്ക് വിളിക്കാമെന്ന്. അപ്പോൾ അർച്ചന പറയുന്നു, വേണ്ട, അതൊന്നും വേണ്ട എന്ന് പറയുന്നു. അത് പറ്റില്ല, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു ചെയ്യും? അതുകൊണ്ട് കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് പോയാൽ മതി എന്ന് ആ തിരുമേനി പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു സ്ത്രീ അർച്ചനയുടെ വീട്ടിലേക്ക് മാറി നിന്ന് അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചേട്ടൻ വന്ന് അർച്ചനയ്ക്ക് കുടിക്കാനായി ഒരു ഇളനീർ കൊടുക്കുന്നു. അർച്ചന ഇപ്പോൾ അത് വാങ്ങി കുടിക്കുകയാണ്.
എല്ലാവരും കുറച്ചങ്ങോട്ട് നീങ്ങി നിൽക്കുക, ആ കുട്ടിക്ക് ഇച്ചിരി കാറ്റ് കിട്ടട്ടെ എന്നും മറ്റൊരു ചേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് മാറി നിന്ന് കൊടുക്കുന്നു. അർച്ചനയാണെങ്കിൽ ആ സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ ആ സ്വാമി വീണ്ടും അർച്ചനയുടെ അടുത്തേക്ക് വരികയാണ്. കേട്ടത് താങ്ങാൻ കഴിഞ്ഞില്ല അല്ലേ എന്ന് സ്വാമി ചോദിക്കുന്നു. ഉടനെ അർച്ചന ചോദിക്കുന്നുണ്ട്, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്. ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തകിടം മറിയും. സൗഭാഗ്യങ്ങളുടെ കൊടുമുടിയിൽ നിന്നും എല്ലാം തകിടം മറിയും, തകരും എന്നൊക്കെ സ്വാമി പറയുന്നു. അപ്പോൾ അർച്ചന പറയുന്നുണ്ട്, എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന്. ഞാനൊരു പരിഹാരം പറയാം, അതുകൊണ്ട് എല്ലാം പരിഹരിക്കപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ആ സ്വാമി അർച്ചനയോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അർച്ചന അതെല്ലാം വളരെ ശ്രദ്ധയോടെ തന്നെ കേൾക്കുന്നുണ്ട്. ഇതല്ലാതെ മറ്റൊരു കാര്യം പറഞ്ഞു തരാൻ എനിക്കില്ല. വിധി എന്താണോ അതനുസരിച്ചേ പറ്റൂ, അത് മറികടക്കാൻ മനുഷ്യനാകില്ല. ഇത്രയും പറഞ്ഞ് ആ സ്വാമി എന്തോ മന്ത്രം ചൊല്ലുന്നുണ്ട്. എന്നിട്ട് ഒരു രുദ്രാക്ഷമാല അർച്ചനയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് കയ്യിൽ വെച്ചോളൂ, ശാന്തിയും സമാധാനവും കിട്ടും എന്ന് സ്വാമി പറയുന്നുണ്ട്. ഈ സമയത്താണ് അനഘ ക്ഷേത്രത്തിലേക്ക് ഓട്ടോയിൽ വരുന്നത്. അവിടെയുള്ളവർ അർച്ചനയ്ക്ക് വയ്യ എന്ന് പറഞ്ഞതനുസരിച്ച് അനഘ അർച്ചനയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതായിരുന്നു. എന്തു പറ്റി ഏട്ടത്തി? ആരോ വിളിച്ചു പറഞ്ഞല്ലോ ഏട്ടത്തിക്ക് വയ്യ എന്ന്. എന്തു പറ്റി എന്നൊക്കെ അനഘ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അറിയില്ല എന്താന്ന്, എന്തോ തല കറങ്ങി എന്നൊക്കെ അർച്ചന പറയുന്നു. ഇതെന്താ കയ്യിലൊരു രുദ്രാക്ഷമാല എന്ന് അനഘ ചോദിക്കുന്നുണ്ട്. അതൊരു സിദ്ധൻ തന്നതാണെന്ന് അർച്ചന ഇവിടെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതാണെന്നും അർച്ചന പറയുന്നു. വായെടുത്തി നമുക്ക് പോകാം എന്ന് അനഘ പറയുന്നുണ്ട്. അപ്പോൾ അർച്ചന പറയുന്നു, മോളെ ഒരു മിനിറ്റ്. അങ്ങനെ അർച്ചന ഒന്നുകൂടി പ്രാർത്ഥിക്കാനായി പോകുന്നു. അങ്ങനെ അർച്ചന പ്രാർത്ഥിക്കുന്നുണ്ട്, ദേവി ചാമുണ്ടേശ്വരി, ഞാനൊരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. അതെല്ലാവരെയും വേദനിപ്പിക്കുമെന്ന് എനിക്കറിയാം. ചിലപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയേക്കും. പക്ഷേ സച്ചിയേട്ടൻ്റെ ജീവൻ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. അതിന് ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല എൻ്റെ മുന്നിൽ. നെല്ലിശ്ശേരി കുടുംബത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ നിലനിൽക്കണം. അതുകൊണ്ട് ഞാൻ എടുക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെ എൻ്റെ കൂടെ നിൽക്കണേ എന്നൊക്കെ അർച്ചന പ്രാർത്ഥിക്കുന്നു. അനഘ വീണ്ടും വന്ന് അർച്ചനയെ വിളിക്കുന്നുണ്ട്. അർച്ചനയുടെ വാ നമുക്ക് പോകാം എന്നൊക്കെ അനഘ പറയുന്നു. അങ്ങനെ അർച്ചന ഈ കാര്യങ്ങളെല്ലാം ആ ബസ് സ്റ്റോപ്പിലിരുന്ന് ആലോചിക്കുകയായിരുന്നു, എല്ലാം ഓർത്തെടുക്കുകയായിരുന്നു. ഇപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ 2-3 ആണുങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീയും പെൺകുട്ടിയും ഇപ്പോൾ കാണാനില്ല. ആ നിൽക്കുന്നവരാണെങ്കിൽ അർച്ചനയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അർച്ചന കൈക്കുഞ്ഞുമായി വേഗം തന്നെ അവിടെ നിന്നും ബാഗുമെടുത്ത് എഴുന്നേൽക്കുന്നു. എന്നിട്ട് കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് അർച്ചന. ഈ സമയത്ത് തന്നെ വിമല അവിടേക്ക് വരുന്നു. അർച്ചനയെ പിടിക്ക് എന്നൊക്കെ വിമലയുടെ കൂടെ വന്നവരോട് പറയുന്നുണ്ട്. അർച്ചന അവരുടെ അടുത്ത് നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. കുഞ്ഞുമായി അതുവഴിയെല്ലാം ഓടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടേക്ക് ഒരു പോലീസ് ജീപ്പ് വരുന്നു. അങ്ങനെ അർച്ചനയെ കണ്ട പോലീസ് ജീപ്പ് നിർത്തുകയാണ്. അപ്പോൾ അർച്ചന അവരോട് പറയുന്നു, എന്നെ രക്ഷിക്കണം, എൻ്റെ പുറകെ കുറച്ച് പേരുണ്ട്, അവരെന്നെ പിടിക്കാൻ വരികയാണ് എന്നൊക്കെ അർച്ചന പോലീസുകാരോട് പറയുന്നു. ആരാണ്, അവരെവിടെ എന്നൊക്കെ പോലീസുകാർ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ട് പോലീസുകാരെ പറഞ്ഞു വിടുന്നുണ്ട്, നോക്ക് എന്ന് പറഞ്ഞ്. നീ ആരാ, എന്താ ഈ സമയത്ത് ഇവിടെ എന്നൊക്കെ പോലീസുകാർ ചോദിക്കുന്നുണ്ട്. ഈശ്വര, ഞാൻ ഇവരോട് എന്ത് പറയും, എന്തായാലും പിടിച്ചു നിൽക്കാൻ തൽക്കാലം ഒരു കള്ളം പറഞ്ഞേ പറ്റൂ എന്നൊക്കെ അർച്ചന മനസ്സിൽ ആലോചിക്കുന്നു. മാഡം, ഞാൻ ഈ ടൗണിൽ ഒരു ജോലി അന്വേഷിച്ച് വന്നതാണ് എന്ന് അർച്ചന കള്ളം പറയുന്നു. അപ്പോൾ പോലീസുകാർ ചോദിക്കുന്നുണ്ട്, ഇവിടെയോ, ഇവിടെ ഏത് വീട്ടിൽ എന്ന് ചോദിക്കുന്നു. ഇവിടെ ഒരു വീട്ടിൽ പ്രായമായ അച്ഛനെയും അമ്മയും നോക്കാൻ വേണ്ടിയാണ്. അവിടെ സഹായത്തിന് ഒരാൾ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ ഇവിടെ വന്ന് അവരെ ഫോണിൽ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവരെൻ്റെ പിന്നാലെ വന്നത് എന്നൊക്കെ അർച്ചന പറയുന്നു. ഇത് കേട്ട് ആ കോൺസ്റ്റബിൾ പറയുന്നു, മാഡം, ഇവൾ പറയുന്നത് സത്യമാണോ എന്ന് നമ്മളെങ്ങനെ വിശ്വസിക്കും? ഈ കുഞ്ഞ് നിൻ്റേത് തന്നെ ആണോ, അതോ എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് വന്നതാണോ എന്നൊക്കെ പോലീസുകാർ അർച്ചനയോട് ചോദിക്കുന്നു. ഇത് എൻ്റെ കുഞ്ഞ് തന്നെയാണ്. നിങ്ങൾ കരുതുന്ന പോലെ ഒരാളല്ല ഞാൻ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കണം എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, നിന്നെ വിശ്വസിക്കാൻ പറ്റുമോയെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. കൊച്ചേ, ഇത് കുറച്ച് കുഴപ്പം പിടിച്ച സ്ഥലമാണ്. പല തെമ്മാടികളുടെയും താവളമാണിവിടെ. രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ് എന്നൊക്കെ പോലീസുകാർ പറയുമ്പോൾ അർച്ചന പറയുന്നു, ഒരു ഓട്ടോ വിളിച്ചു തന്നാൽ ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറയുന്നു.
അപ്പോൾ ഉടനെ കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ട് പോകാൻ? അതിന് നിനക്ക് അവരുടെ വീട് അറിയുമോ? ഇല്ല എന്ന് അർച്ചന. അങ്ങനെ ഏതെങ്കിലും ഹോട്ടൽ കയറിപ്പോയാൽ നാളെ രാവിലെ നിന്റെ പല്ലും നഖവും മാത്രമേ മിച്ചം കാണൂ. ഈ കുഞ്ഞിനെ പോലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, നിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് രാവിലെ ആകുമ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവിടാം. കയറ് എന്ന് പോലീസുകാർ പറയുന്നുണ്ട്. വേറെ നിവർത്തിയില്ലാതെ ഇപ്പോൾ അർച്ചന അവരുടെ കൂടെ പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ അർച്ചന പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ കോൺസ്റ്റബിൾ മറ്റ് പോലീസുകാരോട് പറയുന്നുണ്ട്, ഇവളുടെ കയ്യിൽ നിന്ന് ആ നമ്പർ വാങ്ങി വിളിച്ചു നോക്കാൻ. ഇവൾ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് അറിയണ്ടേ എന്നൊക്കെ പറയുന്നു. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. നീ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാനൊരു തട്ടിപ്പുകാരിയല്ല എന്നൊക്കെ അർച്ചന പറയുന്നു. ഇവളെ അങ്ങോട്ട് മാറ്റിയിരുത്ത് എന്ന് ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്. അപ്പോൾ അർച്ചന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈശ്വര, ഞാൻ ഇനി എന്തു ചെയ്യും? ഒരു കള്ളം പറഞ്ഞും പോയല്ലോ. ഇവർ ചോദിക്കുമ്പോൾ ഞാൻ ആരുടെ നമ്പർ കൊടുക്കും? അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് അർച്ചന ഇപ്പോൾ അവിടെയുള്ളൊരു ബെഞ്ചിൽ പോയിരിക്കുകയാണ്. നീ വല്ലതും കഴിച്ചായിരുന്നോ എന്ന് ഒരു പോലീസുകാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കഴിച്ചു എന്ന് അർച്ചന പറയുന്നു. കുഞ്ഞിന് പാലോ മറ്റോ കൊടുക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് ആ പോലീസുകാരി അങ്ങോട്ടേക്ക് പോവുകയാണ്. അവർ തിരിച്ചെത്തുന്നതിന് മുൻപ് ഇവിടെ നിന്ന് എങ്ങനെങ്കിലും പോകണം എന്ന് അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റ് വരുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കി അർച്ചന പതിയെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഒരു പോലീസുകാരൻ വന്ന് അർച്ചനയുടെ തൊട്ടുപുറകിൽ വന്ന് നിൽക്കുന്നു. അർച്ചന തിരിയുമ്പോൾ ആ പോലീസുകാരനെ കാണുന്നു. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചന. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.